ഹലോ. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും പുതിയൊരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. അതായത് പോളിസി ഉടമകളുടെ ആശയക്കുഴപ്പം പരിഹരിക്കാനും അതുപോലെ തന്നെ അപകടങ്ങളിൽപ്പെടുന്നവരെ സംരക്ഷിക്കാനും വേണ്ടി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ 22 ഇൻഷുറൻസ് കമ്പനികളും കൂടി ചേർന്ന് ഒരു ഏകീകൃത ഇൻഷുറൻസ് പോളിസി രൂപീകരിക്കണമെന്നാണ് കോടതി ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഫോർ വാട്ട് പേർപ്പസ് എന്നല്ലേ? അതായത് പല ഇൻഷുറൻസ് കമ്പനികളും വ്യത്യസ്തമായ പേരുകളിലും അതുപോലെ വ്യത്യസ്തമായ വ്യവസ്ഥകളിലുമാണ് ഇൻഷുറൻസ് നൽകുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. മാത്രവുമല്ല, അവർ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ടോ എന്നുകൂടി അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഫലം വളരെ വലുതാണ്. അതായത് അപകടം സംഭവിക്കുമ്പോൾ ക്ലെയിമുകൾ ഒന്നെങ്കിൽ വർഷങ്ങളോളം വൈകുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നു. ഇത് സാധാരണക്കാരായ അതായത് വിക്ടിംസിന് നീതി നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ മുൻകൂട്ടി ക്ലെയിമുകൾ തീർപ്പാക്കാൻ മടിക്കുന്നതും അതുപോലെ തന്നെ ഉപഭോക്തൃ അവബോധമില്ലായ്മയും കോടതി പ്രധാന പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിച്ചു. സംഭവം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സേവനമാണെന്ന് കൂടി കോടതി കൂട്ടിച്ചേർത്തു. അതായത് ലളിതവും വ്യക്തവുമായ ഇൻഷുറൻസ് പോളിസികൾ അപകടത്തിൽപ്പെടുന്നവർക്ക് പെട്ടെന്നുള്ള നീതി ഉറപ്പാക്കാൻ സഹായിക്കും എന്നാണ് എന്റെ ഒരു നിലപാട്. അപ്പൊ കൂൾ ഗുരു, ശുക്രിയ.